വെള്ളാപ്പള്ളി നടേശനോടുള്ള നിലപാടിൽ വീഴ്ച പറ്റിയെന്ന് തുറന്ന് സമ്മതിച്ച് CPIM. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ നിലപാടുകളെ പ്രതിരോധിക്കാത്തത് ന്യൂനപക്ഷങ്ങളെ അകറ്റി. അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതും തിരിച്ചടിച്ചു. തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയെ ഏറെ ശക്തമായി പ്രതിരോധിച്ചില്ല എന്ന ഒരു പൊതു അവബോധം പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ രൂപപ്പെട്ട ഒരു അവബോധത്തെ, ഈ സംശയത്തെ ദൂരീകരിക്കുന്ന തരത്തിൽ ശക്തിയായ ഇടപെടൽ നടത്തുന്നതിൽ പോരായ്മ സംഭവിച്ചു. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ദേവസ്വം ബോർഡാണ്. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് ഇട നൽകിയ രീതിയിൽ ആ സന്ദേശം അവിടെ വായിച്ചു എന്നത് ശരിയായിരുന്നില്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വീഴ്ചകൾ സ്വയം വിമർശകരുമായിട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ വിമർശനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സ്വയം വിമർശനപരമായ കാര്യം സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ ജനങ്ങളെ കേൾക്കാൻ CPM ഒരുങ്ങുന്നു. വാട്സപ്പിലും മെയിലിലും ജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം. തോൽവിക്ക് കാരണം വ്യക്തിപരമായ വീഴ്ചകളല്ല, തിരിച്ചടി മുൻകൂട്ടി കാണാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും സംസ്ഥാന സെക്രട്ടറി. ജനങ്ങളുടെ ആകെ അഭിപ്രായം തേടാൻ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ വഴിയും അതുപോലെ തന്നെ മെയിൽ വഴിയെല്ലാം എല്ലാവർക്കും പാർട്ടിയുടെ ഞാൻ ഈ പറഞ്ഞ ഈ കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എങ്ങനെ നമുക്ക് വിജയകരമായി നേരിടാം, അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു ജനാധിപത്യ രീതി ഞങ്ങൾ ഇതിലൂടെ കൈകാര്യം ചെയ്യാണ്. വിവരങ്ങളുമായി TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, ഗുഡ് ഈവനിങ്. TV പ്രസാദ്, ചുരുക്കത്തിൽ പാർട്ടി വീഴ്ചകൾ ഒന്നൊന്നായി എണ്ണി പറയുകയായിരുന്നോ? നേരത്തെ വ്യക്തമാകാത്ത പല കാര്യങ്ങളും പാർട്ടി ഇന്നിപ്പോൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതിൽ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരണം നടത്താതെ പോയത്, യോഗി ആദിത്യനാഥിന്റെ സന്ദേശം അയ്യപ്പ സംഗമത്തിൽ വായിച്ചതടക്കം എണ്ണി പറയുകയാണോ വീഴ്ചകൾ CPM? അരുൺ, തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ പരാജയം അത് കണക്ക് കൂട്ടാനോ അത് മുൻകൂട്ടി കാണാനോ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന കുറ്റസമ്മതത്തോടു കൂടിയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്റെ വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ. പതിവിൽ നിന്ന് വിപരീതമായി സാധാരണ പാർട്ടി ഘടകങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ പുറത്തു പറയുന്ന ഒരു രീതി CPIMനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഇത്തവണ കനത്ത പരാജയം വിലയിരുത്തിയപ്പോൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുതൽ താഴേക്ക് ബ്രാഞ്ച് തലം വരെയുള്ള ചർച്ചകളിൽ ഉയർന്ന വികാരം, ആ വികാരം അതിലൊരു വലിയൊരു ഭാഗവും പുറത്തു പറയാൻ തയ്യാറായി എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. പല കാര്യങ്ങളിലും വലിയ വീഴ്ച പാർട്ടി നേതൃത്വത്തിനുള്ളതായി ഇന്ന് MV ഗോവിന്ദൻ സമ്മതിക്കുകയുണ്ടായി. പക്ഷേ അതേതെങ്കിലും രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള വീഴ്ചയല്ല എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായി എന്ന് പറയുന്നു. വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും തള്ളുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിലായ A പത്മകുമാറിനെതിരെ കാര്യമായ നടപടിയില്ലാത്തത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിരത്തുന്നുണ്ട്, അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരമില്ല, ഭരണവിരുദ്ധ വികാരം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും പല മേഖലകളിലേക്കും ഭരണം എത്തിയില്ല എന്നതിൻ്റെ സൂചന ആ വാർത്താ സമ്മേളനത്തിലുടനീളമുണ്ട്. അതുകൊണ്ട് വിശാലമായ പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്ത് ജില്ലാ സെക്രട്ടേറിയറ്റിലെ അടക്കം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇനി എങ്ങനെ തെറ്റുതിരുത്തി മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും എന്നാണ് പാർട്ടി ആ സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നത്. ഒപ്പം കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ രീതിയിൽ ജനങ്ങളുടെ അഭിപ്രായം കൂടി സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ മുന്നോട്ട് പോവുക. അങ്ങനെയായിരിക്കും വലിയ തെറ്റ് പാർട്ടി തിരുത്താൻ പോകുന്നത്. അരുൺ, താങ്ക് യു. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.